ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠമായ വലിയ നോമ്പിൻ്റെ നാളുകളിൽ കൂടി നാം കടന്നു പോവുകയാണല്ലോ. പ്രതിസന്ധികളുടെയും കഷ്ടതകളുടെയും ഈ കാലഘട്ടത്തിൽ പ്രത്യാശയുടെ ഒരു നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കാം. നോമ്പെന്ന് പറയുന്നത് നമ്മെ തന്നെ പുനർക്രമീകരണം ചെയ്യുവാനും നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനും ദൈവം നമുക്ക് നൽകുന്ന ദിനങ്ങളാണ്. ഈ നോമ്പുകാലത്തിലെ ധ്യാനത്തിലൂടെയും ചിന്തയിലൂടെയും നമുക്ക് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തി പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 28 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ജീവിത പ്രതിസന്ധികളിൽ വലയുന്ന എല്ലാവർക്കും ആശ്വാസം പകരുവാനായി നമ്മുടെ കർത്താവിൻ്റെ ഒരു തുറന്ന ക്ഷണമാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. അധ്വാനത്താൽ തളർന്ന് ഭാരം വഹിച്ച് ക്ഷീണിച്ച മനുഷ്യർക്ക് ആശ്വാസമേകുവാനാണ് കർത്താവ് നമ്മെ തന്നിലേക്ക് ക്ഷണിക്കുന്നത്. ഈ വേദഭാഗങ്ങളിൽ നിന്നും ചില ചിന്തകൾ പങ്കുവെച്ചു കൊള്ളട്ടെ. ഒന്നാമതായി, നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന കർത്താവ്. അധ്വാനം, ഭാരം ഇവ രണ്ടും മനുഷ്യ സഹജങ്ങളായ കാര്യങ്ങളാണ്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമൊക്കെ നാം അധ്വാനിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ പല ഭാരങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്നു. എങ്കിലും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാരം അവൻ്റെ ഹൃദയത്തിലാണ്. ഒരു മനുഷ്യൻ മാനസികമായി ഭാരം ചുമക്കുകയും ആ ഭാരം ഇറക്കി വയ്ക്കുവാൻ വളരെയധികം അധ്വാനിക്കുകയും ചെയ്യേണ്ടി വരുന്നു. നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. രണ്ടാമതായി, ആശ്വസിപ്പിക്കുന്ന കർത്താവ്. നമ്മുടെ അധ്വാനത്തിൻ്റെയും അമിതഭാരത്തിൻ്റെയും മധ്യേ ആശ്വാസത്തിൻ്റെ ഒരു കണിക നമുക്ക് ആവശ്യമാണ്. ആശ്വാസം ലഭിക്കാതെ വരുമ്പോഴാണ് ഇത് നമുക്ക് വഹിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്. അവൻ്റെ അടുക്കൽ വരുവാനും അവനിൽ അഭയം തേടുവാനും കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് ആശ്വാസം നൽകുമെന്ന് അവൻ വാഗ്ദാനം നൽകുന്നു. നാം പലപ്പോഴും നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാനും ആശ്വാസം കണ്ടെത്തുവാനും മറ്റു പലയിടങ്ങളിലും പോകാറുണ്ട്. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. നമ്മുടെ എല്ലാ ആകുലതകളും കർത്താവിൻ്റെ മേലിടുക, അവൻ നമ്മെ കരുതുന്നവനാണ്. മൂന്നാമതായി നമുക്ക് കാണാം സൗമ്യതയുടെയും താഴ്മയുടെയും പ്രതീകമായ കർത്താവ്. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ 2 ഭാവങ്ങളാണ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്: സൗമ്യതയും താഴ്മയും. നാമും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഈ ഭാവങ്ങൾ പിന്തുടരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന 2 മൂല്യങ്ങളാണ് സൗമ്യതയും താഴ്മയും. എന്നാൽ ഇത് കർത്താവിൽ നിന്ന് നാം പഠിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് നമുക്ക് കാട്ടിത്തന്ന മാതൃകകൾ, അവൻ്റെ ഉപദേശങ്ങൾ, ഇതൊക്കെ നാം നമ്മുടെ ജീവിതത്തിലും സ്വായത്തമാക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് പല പ്രതിസന്ധികളും ഉണ്ടാകാം. എന്നാൽ അത് നമുക്ക് വഹിക്കുവാൻ എളുപ്പമാകണമെങ്കിൽ കർത്താവിൻ്റെ സൗമ്യതയും താഴ്മയും നമുക്കും ഉണ്ടാകണം. കർത്താവിൻ്റെ മാതൃക പിന്തുടർന്ന് അവൻ്റെ ക്ഷണം സ്വീകരിച്ച്
അവൻ്റെ അടുക്കൽ വരുന്നവർക്ക് അവൻ ആശ്വാസം നൽകും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ അധ്വാനവും ഭാരവും നമ്മുടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എന്തെന്നാൽ നമ്മുടെ ദൈവം ഭാരങ്ങളെ വഹിക്കുന്നവനാണ്. അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവൻ സൗമ്യതയുടെയും താഴ്മയുടെയും ദൈവമാണ്. അവൻ ഓരോ ദിവസവും നമ്മെ വിളിക്കുകയാണ്, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ നോമ്പുകാലം കർത്താവിൻ്റെ ക്ഷണം സ്വീകരിക്കുവാനും നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ കരമമർത്തി നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിക്കുവാനും ഈ തിരുവചനം സഹായിക്കട്ടെ. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ഞങ്ങൾക്ക് കാട്ടിത്തന്ന സൗമ്യതയും താഴ്മയും ഞങ്ങളുടെ ജീവിതത്തിലും വിളങ്ങുവാൻ നീ കൃപ നൽകണമേ. ഞങ്ങളുടെ അധ്വാനവും ഭാരവും നിൻ്റെ മേൽ ഇടുവാനും നിന്നിൽ ആശ്വാസം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിനെന്ന യേശുവിൻ്റെ ക്ഷണം സ്വീകരിക്കുവാനും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടെയും അവനോട് ചേർന്ന് നിൽപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.